ഇയാളും അമ്മയും കൂടെ മില്ലിലേക്ക് പോയപ്പോൾ അമ്മയുടെ സാരി അബദ്ധത്തിൽ കുടുങ്ങി തലയിടിച്ച് കോമയിലാവുന്നു. ഒരിക്കലും അമ്മ ജീവിതത്തിലേക്ക് വരില്ലെന്ന് അവൻ മനസ്സിലാക്കി. അവൻ ഒരു സന്യാസിയോട് കാര്യം പറഞ്ഞു. അയാൾ അവനോട് പറഞ്ഞത് 48 ദിവസം ഭിക്ഷ എടുത്ത് ആ പൈസ ഭണ്ഡാരത്തിലിടണം. അങ്ങനെയാണെങ്കിൽ അമ്മ പഴയതുപോലെ ആവുമെന്ന്. പക്ഷെ ഒരു നിബന്ധന ഉണ്ടായിരുന്നു. അവന്റെ സമ്പത്തിനെ കുറിച്ചും അവൻ ആരാണെന്നും ആരോടും പറയാൻ പാടില്ല. അങ്ങനെ അവൻ പിച്ച എടുക്കാൻ വേണ്ടി ചെന്നൈയിലേക്ക് പോയി. അവനെല്ലാം ഉപേക്ഷിച്ചു. എന്നിട്ട് അവൻ പിച്ച എടുക്കാൻ നോക്കി. പക്ഷെ അവന് പിച്ചക്കാരനാവാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അവസാനം അവൻ 2 പിച്ചക്കാർക്ക് പൈസ കൊടുത്ത് എന്നിട്ട് എങ്ങനെ പിച്ച എടുക്കണമെന്ന് പഠിച്ചു. അവൻ അവരോടൊപ്പം കൂടി. അന്ന് അവനൊരു പെൺകുട്ടിയെ കണ്ടു. പണ്ട് അമ്മ ഈ പെണ്ണിനെ അവന് വേണ്ടി കല്യാണം ആലോചിച്ചിരുന്നു. അവൾ വഴിയിൽ കിടക്കുന്ന ഒരാളെ രക്ഷിത് കണ്ടപ്പോൾ അവൻ അവളോട് ഇഷ്ടം തോന്നി. അന്ന് കിട്ടിയ പൈസ അവൻ പെട്ടിയിലിട്ടു. അങ്ങനെ എല്ലാ ദിവസവും അവൻ പിച്ച എടുക്കാൻ തുടങ്ങി. ഒരു ദിവസം അവൻ ഇഷ്ടപ്പെട്ട പെൺകുട്ടി പിസ്സ ഡെലിവറി ചെയ്യുന്ന സമയത്ത് ഒരു കാറിന്റെ പുറകിൽ പോയി ഇടിച്ചു. കാറുകാരൻ വന്ന് ഒരുപാട് ചീത്ത പറഞ്ഞപ്പോൾ അവൻ വന്ന് അയാളെ കളിയാക്കി വിട്ടു. അവൾക്ക് അവനെ കണ്ട് ക്രഷ് അടിച്ചു. രണ്ടുപേരും പരിചയപ്പെട്ടു, അടുത്തു. ഒരു ദിവസം അവൻ പിച്ച എടുക്കുന്നത് അവൾ കണ്ടു. അവൾ അവനോട് ചോദിച്ചു എന്തിനു വേണ്ടിയാണ് ഈ പിച്ച എടുക്കുന്നതെന്ന്. അപ്പോഴാണ് അവന് സന്യാസി പറഞ്ഞത് ഓർമ്മ വന്നത്. അവനെ കുറിച്ച് ആരോടും പറയരുത് എന്നത്. അവൻ ഒന്നും പറഞ്ഞില്ല. ഒരു ദിവസം അവന്റെ സ്വത്തുക്കൾ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന അവന്റെ അമ്മ അവൻ ഗുണ്ടകളെ അയച്ചു ബലമായി ഒപ്പിട്ട് വാങ്ങാൻ വന്നു. ആ സമയം അമ്മാവൻ കത്തി കൊണ്ട് അവളുടെ കഴുത്തിൽ വരഞ്ഞു. ഒന്നും നോക്കിയില്ല. അവൻ വേഗം ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ഇനി നേർച്ച തീരാൻ ഒരു ദിവസം മാത്രമാണ് ബാക്കി ഉണ്ടായിരുന്നത്. അവന്റെ കയ്യിൽ അവളുടെ ഓപ്പറേഷന് വേണ്ട പൈസ പോലും ഉണ്ടായിരുന്നില്ല. മാനേജറെ വിളിക്കാൻ നിന്നു. അപ്പോഴേക്കും അവന്റെ ഒപ്പം ഉണ്ടായിരുന്ന പിച്ചക്കാരെല്ലാം കൂടി വന്ന് പൈസ കൊടുത്തു ഓപ്പറേഷൻ നടത്തി. അന്നേരം പോലീസുകാർ വന്ന് അവനെ പിടിച്ചുകൊണ്ടുപോയി. നേർച്ച തീരാൻ കുറച്ചു സമയം മാത്രമായിരുന്നു ബാക്കി. കിട്ടിയ പൈസ ഭണ്ഡാരത്തിലിടാൻ വേണ്ടി അവൻ പോലീസിന്റെ കാല് പിടിച്ചു പറഞ്ഞു. അവസാനം പെട്ടിയിൽ കൊണ്ടുപോയിട്ടു. 48 ദിവസം പൂർത്തിയായപ്പോൾ മാനേജർ കാറുമായി വന്നു. അവൻ അമ്മയുടെ അടുത്തേക്ക് പോയി. അമ്മ കോമയിൽ നിന്നും ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. അവൻ ആ പെൺകുട്ടിയെ കല്യാണം കഴിച്ചു.